സുഹൃത്തുക്കളെ, ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാരിനുള്ളിൽ നിന്ന് നടത്തിയ നീക്കങ്ങൾ വിവാദമായിരുന്നു. നിയമസഭയെ ആകെ പ്രക്ഷുബ്ധമാക്കിയ ഈ സംഭവത്തിൽ ആര് പറയുന്നതാണ് ശരി? കെ രമയും UDF പറയുന്നതാണോ ശരി, അതോ സർക്കാരും മുഖ്യമന്ത്രിയും പറയുന്നതാണോ ശരി? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറയുന്നതാണോ ശരി എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഏറ്റവും ആദ്യ ദിവസം തന്നെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേക വീഡിയോ ചെയ്തതാണ്. CPM ആരെയാണ് ഭയക്കുന്നത് എന്ന ചോദ്യത്തോടു കൂടി ഒരു വീഡിയോ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ ഏറ്റവും ഒടുവിൽ നടക്കുന്ന കൗതുകകരമായ രാഷ്ട്രീയമാണ്. CPM ചൂണ്ടിക്കാണിക്കുന്നത്, CPM അല്ല സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്, MP രാജേഷാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി സംസാരിച്ചത് നിയമസഭയിലടക്കം. തുടർച്ചയായ രണ്ടാം ദിവസവും ഈ സംഭവം ഉയർന്നു വന്നപ്പോൾ സംസാരിച്ചത് MP രാജേഷാണ്. ഇങ്ങനൊരു സംഭവമേ ഉണ്ടാകുന്നില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. അതായത് ശിക്ഷാ ഇളവിന് വേണ്ടി സർക്കാർ ഒരു നീക്കവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് തൊട്ട് പിന്നാലെ വരുന്ന കൗതുകകരമായ സംഭവം. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള 2-3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായി എന്നുള്ളതാണ്. അതായത് ഈ ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ എന്ന ചോദ്യമാണ്. യഥാർത്ഥത്തിൽ MP രാജേഷും സർക്കാരുമൊക്കെ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങളോട് സർക്കാരിന് ഇതിൽ റോളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് വിശ്വസിക്കും എന്ന് കരുതുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അത്രത്തോളം മണ്ടന്മാരാണോ ജനങ്ങൾ എന്ന സംശയമാണ് യഥാർത്ഥത്തിൽ ഉയരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ന്യായീകരണം സർക്കാരിന് പങ്കില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. നമുക്കറിയാം, സ്പീക്കർ AN ഷംസീറാണ് ഈ വിഷയത്തിൽ ആദ്യം നിഷേധിച്ചത്. അതിന് ഷംസീറിൻ്റെ വിശദീകരണവും വന്നിട്ടുണ്ട്. സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് ഇങ്ങനൊരു നടപടിയില്ല എന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ്. നിയമസഭാ ചട്ടങ്ങളനുസരിച്ച് സ്വാഭാവികമായും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി കഴിഞ്ഞാൽ സർക്കാരാണ് ആദ്യ വിശദീകരണം നൽകേണ്ടത്. ഇല്ല, അങ്ങനൊരു സംഭവമില്ല എന്നൊറ്റ വാക്കിൽ പറഞ്ഞാലും മതി. അത് പറയും മുൻപാണ് അന്ന് AN ഷംസീർ എന്ന സ്പീക്കർ അത് നിഷേധിക്കുകയും, അതായത് മുഖ്യമന്ത്രിയിലേക്ക് പന്തെത്താതെ പോലും സ്പീക്കർ AN ഷംസീർ തന്നെ തിരിച്ച പന്ത് മടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് മുഖ്യമന്ത്രിയുടെ ഒരു വാക്കുപോലും ആ വിഷയത്തിൽ പുറത്തു കൊണ്ടുവരാൻ സർക്കാരും ആഗ്രഹിക്കുന്നില്ല, സ്പീക്കറും ആഗ്രഹിക്കുന്നില്ല. സ്പീക്കർ ഫലത്തിൽ സർക്കാരിന് കൂട്ടുനിന്നു എന്നത് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ കാണാനുള്ളൂ. അതാണ് പൊതുവെ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, ഈ വിഷയത്തിൽ തൊട്ടടുത്ത ദിവസം ചർച്ച നടത്തുമ്പോഴും മുഖ്യമന്ത്രിക്ക് വാതുറക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് കൗതുകകരം. കാരണം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോയിരിക്കുകയായിരുന്നു. അവിടെ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളത്. നമുക്കറിയാം, CPMനെ മലബാർ രാഷ്ട്രീയത്തിൽ CPM ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മനു തോമസിൻ്റെ വെളിപ്പെടുത്തലുകൾ, CPM സംസ്ഥാന സമിതി അംഗം P ജയരാജനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾ, സ്വർണ്ണക്കടത്ത് സംഘത്തെ ഫലത്തിൽ സംരക്ഷിക്കുന്നു, കൊട്ടേഷൻ സംഘങ്ങളെ അദ്ദേഹം സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ സമാനമായ, അതായത് ഈ TP കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കടക്കം പല പങ്കുമുണ്ട്, അവർ ആസൂത്രണം ചെയ്തതാണ് ഈ കൊലപാതകം നടത്തിയത്, അങ്ങനെ ആ ലിങ്ക് മുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും റോളുണ്ട് എന്നതാണ് കെ രമയുടെ ആരോപണം. അതിലേക്ക് അന്വേഷണം പോയില്ല, UDF കാലത്ത് തന്നെ പോയില്ല എന്നുള്ളത് വസ്തുതയെ തന്നെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കൊട്ടേഷൻ സംഘങ്ങളെ CPM നിയന്ത്രിക്കുകയാണ് എന്ന് കണ്ണൂരിൽ നിന്ന് ഒരു മുൻ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് പദവിയിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ, കണ്ണൂർ പോലൊരു ജില്ലയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത്രയും CPMന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആൾ മാത്രമേ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനു തോമസിനെ തള്ളിപ്പറയാൻ ഒരു കാരണവശാലും ഫലത്തിൽ നമുക്ക് വിശ്വസനീയമായി, നമ്മൾ അതിന് പുറത്ത് നിൽക്കുന്ന ഒരാൾ, പുറത്ത് നിന്ന് ഇതൊക്കെ നിരീക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നമുക്കത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥത്തിൽ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ ഈ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇളവിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചിരി വരികയാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ. സാധാരണ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അവിടെയാണ് സർക്കാർ ജനങ്ങളെ പൊട്ടന്മാരാക്കാനുള്ള നീക്കം ഫലത്തിൽ നടത്തുന്നത്, സർക്കാരിന് റോളില്ല എന്ന് പറയുന്നത്. എന്നിട്ട് തൊട്ടടുത്ത് നടപടിയും എടുക്കുകയാണ്. അതായത് ഒന്നുറപ്പിക്കാം, അവിടെ ജയിൽ വകുപ്പ് നടപടി തുടങ്ങി, അത് ആഭ്യന്തര വകുപ്പിലേക്ക്, അതായത് ഈ ജയിൽ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് കീഴിൽ തന്നെയാണ്, പോലീസിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള 2 സംവിധാനങ്ങൾ ഇതിനു വേണ്ടി ശ്രമം നടത്തി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്നെ അപ്പോൾ
സർക്കാരല്ലല്ലോ, അത് ഉദ്യോഗസ്ഥരല്ലേ ചെയ്തത് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ കണ്ണൂർ പോലെയൊരു ജില്ലയിൽ അവിടെ ഒരു ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സർക്കാരിന് താല്പര്യമുള്ളവരെ ആയിരിക്കും അവിടെ നിയമിക്കുക. TP കേസ് പോലെ പ്രമാദമായൊരു കേസിൽ സർക്കാരിന് താല്പര്യമില്ലാതെ, അതായത് ഒരു പൊളിറ്റിക്കൽ ഇടപെടലില്ലാതെ TP കേസ് പ്രതികളെ ആർക്കാണ് വെറുതെ വിടാൻ തോന്നുക? ഈ ഉദ്യോഗസ്ഥർക്ക് ഈ ഗുണ്ടകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ള ആരോപണമായിരിക്കും ഒരു പരിധിവരെ ഉയർത്തുക. അങ്ങനെ ആരോപണമുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥരും CPM-മായി ഫലത്തിൽ ബന്ധമുള്ള ആളുകളാണ് എന്നുകൂടി ഫലത്തിൽ ചിന്തിക്കേണ്ടി വരും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതായത് ഒന്ന്, ഇങ്ങനെ നടപടി തുടങ്ങി എന്നുള്ളത്; രണ്ട്, പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹം അറിയാതെ ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയി. അതും TP കേസിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് പറയുമ്പോൾ അതും അത്ര ദഹിക്കാവുന്ന വർത്തമാനമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും, CPM-ഉം സർക്കാരും ഫലത്തിൽ ഈ വിഷയത്തിൽ കള്ളം പറയുകയാണ്, കള്ളം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കേവലം വെറുതെ കള്ളം പറയുന്നുവെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. യഥാർത്ഥത്തിൽ ഇത് TP-യുടെ ആത്മാവ് വേട്ടയാടുകയാണ് CPM-നെ എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ആത്മാവ് എന്നുള്ള സങ്കല്പത്തെയൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ ഫലത്തിൽ TP-യുടെ ആത്മാവ് തന്നെ വേട്ടയാടുകയാണ് കണ്ണൂർ CPM-നെ. ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് CPM നേതാക്കളുടെ പല ബന്ധങ്ങളും ഈ കൊട്ടേഷൻ അംഗങ്ങൾക്ക് അറിയാം. അവരത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞാൽ ആകെ CPM വെട്ടിലാകും. അതായത് ഇപ്പോൾ മനു തോമസ് CPM അംഗമായിരുന്ന ആൾ തന്നെ പറഞ്ഞിട്ട് CPM അനുഭവിക്കുന്ന കണ്ണൂരിലെ പ്രതിസന്ധി ചെറുതല്ല. മനു തോമസ് എത്ര കാലം ഇനി ജീവിച്ചിരിക്കും എന്നതുപോലും ഈ TP കേസൊക്കെ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുന്ന കാര്യം തന്നെയാണ്. മനു ജീവിച്ചിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് തൽക്കാലത്തേക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഈ പ്രതിസന്ധി എന്നുള്ളത് കൊട്ടേഷൻ സംഘങ്ങൾ കൂടി തുറന്നു പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം അവർക്ക് വേണ്ടി ഒരു ഫേവർ, അവർക്ക് അനുകൂലമായൊരു നീക്കം നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇനി ഒന്നുകൂടി പറയാം, ആഭ്യന്തര വകുപ്പോ സർക്കാരോ ഒന്നും അറിയാതെയാണ് ഈ നടപടിക്രമങ്ങളെങ്കിൽ പിന്നീട് ഈ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പറയുന്നതിൽ, ഭരിക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്ന് തീർത്ത് പറയുകയാണ്. കാരണം അതിലൊരു കൺട്രോൾ ഇല്ലാതെ പിന്നെ ഭരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ ഭരിക്കുന്നില്ല. സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പാക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥർ. ആ നയങ്ങളല്ല നടപ്പാക്കുന്നതെങ്കിൽ പിന്നെ അവിടെ ഭരണമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവരെ ശിക്ഷിച്ചതുകൊണ്ട് മാത്രം, ഇതിൽ ഒരു സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് മാത്രം ഫലത്തിൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഊരിപ്പോകൽ നടക്കില്ല. നമുക്കറിയാം ഇത്തരം കേസുകൾ ഇപ്പോൾ കണ്ണൂരിലെ, കാസർഗോഡ് ഇരട്ടക്കൊലപാതക കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അതിൽ പ്രതികൾക്ക് അനുകൂലമായ ഫലത്തിൽ കോടതി അടക്കം സമീപിക്കുന്ന പല സാഹചര്യങ്ങളും, കോടതിയിലടക്കം പ്രതികൾക്ക് അനുകൂല നിലപാടെടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇത്തരം പല കേസുകൾ, ഇപ്പോൾ വീണ വിജയൻ്റെ മാസപ്പടി കേസിൽ, അതിൽ വീണ വിജയൻ അനുകൂലമായി ഒരു പരിധിവരെ സർക്കാർ ഏജൻസികൾ കോടതിയിൽ വാദിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് കാര്യങ്ങളത്ര എളുപ്പമുള്ള വിഷയമല്ല. CPM ഒരു കാര്യത്തിൽ നിസ്സംശയം ഞാൻ വിലയിരുത്തുകയാണ്, CPM പച്ചക്കള്ളം തന്നെയാണ് ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് അഭിപ്രായമായ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്തിടണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും താല്പര്യപ്പെടുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.